ഉറക്കപ്പറ അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. പൗരത്വ ബില്ല് വന്നാലും ഏക സിവിൽ കോഡ് വന്നാലും ഇവിടെ എന്തൊക്കെ വന്നാലും ആര് നമ്മുടെ കൂടെയുണ്ട്? അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാവരും വലിയ ടെൻഷനില്ല ഉസ്താദ്, നമ്മൾ എങ്ങോട്ട് പോകും ഉസ്താദ്? എങ്ങോട്ട് പോകും? വീട്ടിൽ പോകണം. ഓടിപ്പോയി നമ്മളെന്തായാലും എങ്ങോട്ട് പോകാനുള്ളത്? ഇവര് പറയുന്നത് നമ്മൾ ഈ രാജ്യത്തിലുള്ളവരല്ല എന്ന. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ശരിയാ, നമ്മുടെ വീട് ഇവിടാണോ? നമ്മുടെ വീട് ഇവിടാണോ? നിങ്ങളെന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? നമ്മുടെ നാടിതാണോ? നമ്മുടെ തറവാടേതാ? നമ്മുടെ തറവാടേതാ? എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? പറ ചങ്ങാതി, നിന്റെ ഉപ്പുപ്പ ആയ ആദൻ നബി എവിടാ ജീവിച്ചേ? ആദൻ നബി എവിടാ ജീവിച്ചേ? എന്തിങ്ങനെ എന്നെ നോക്കണേ? ആദൻ നബി എവിടാ ജീവിച്ചേ? ഉമ്മുമ്മയല്ലേ ഹവ്വാ റളിയല്ലാഹു തആല അൻഹ. അപ്പൊ ഉപ്പുപ്പായും ഉമ്മുമ്മായി എവിടാ ജീവിച്ചത്? ഞാൻ എന്റെ വല്ലം പറ മനുഷ്യ, എവിടാ ജീവിച്ചേ? സ്വർഗത്തിൽ ഇല്ലേ? പറ, സ്വർഗത്തിലല്ലേ? നമ്മുടെ തറവാട് അതല്ലേ? അങ്ങോട്ട് പോകേണ്ടവരാ നമ്മൾ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളിവിടെ പേടിയാ ഉസ്താദെ, എല്ലാം പോവല്ലോ ഉസ്താദെ, എന്ത് ചെയ്യും ഉസ്താദെ? 2 നില വീട് പണിതിട്ടുണ്ട്, ഏക്കർ കണക്കിന് ജാഗയുണ്ട്, ഇതൊക്കെ കളഞ്ഞിട്ട് എവിടെ പോവാനാ? വലിയ ബേജാറ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പേടിക്കണം നമ്മളെ പേടിപ്പിക്കും അല്ലാഹു തന്നെ ചോദിക്കുന്നുണ്ട്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ വെറുതെ പോകാമെന്ന് നീ കരുതിയോ? അല്ലാഹു തന്നെ നമ്മളോട് ചോദിക്കുകയാ, എടാ സ്വർഗ്ഗത്തിലേക്ക് വെറുതെ പോകാമെന്ന് നീ കരുതിയോ? ഇല്ലടാ. ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും, അനുഭവിക്കണം നീ. എന്റെ പ്രിയപ്പെട്ടവരെ, ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പറയും. മരുഭൂമിയിൽ മലർത്തിക്കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടവാറ കൊണ്ട് തല്ലി ചതയ്ക്കുമ്പോഴും കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ ഭക്ഷണമോ കൊടുക്കാതെ ഇവിടെ കിടന്ന് കാഫിറായിട്ട് ചാകട എന്ന് പറഞ്ഞ് ബിലാല് തങ്ങളെ തല്ലിച്ചതയ്ക്കുമ്പോ വെള്ളത്തിന് വേണ്ടി യാചിച്ചപ്പം ഒട്ടകത്തിന്റെ മൂത്രം എടുത്തുകൊണ്ടുവന്ന് ബിലാല് തങ്ങളുടെ മുഖത്തെ കുഴിക്കുമ്പോഴും ബിലാല് തങ്ങൾ വിളിച്ചു പറഞ്ഞത് അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. ഇത് പിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചരിത്രമല്ല. ഇത് ഉസ്താദന്മാര് പിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചരിത്രമല്ല. സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയെ പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കണ്ണിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഭർത്താവിന്റെ കയ്യും കാലും കെട്ടിയിട്ടിട്ട് തീ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് തലകീഴായി ജീവനോടെ തീക്കകത്ത് തലകീഴായി നിർത്തി തന്റെ ഭർത്താവിന്റെ ശരീരത്തിലൂടെ പച്ച ഇറച്ചി ഇങ്ങനെ കരിയുകയാ. തീ വെന്തിട്ട് തലയിലൂടെ രോമങ്ങളിലൂടെ ശരീരം മുഴുവനും തീ കൊണ്ടിട്ട് ഷവായി ഉണ്ടാക്കുന്നത് പോലെ അല്ലാഹുവേ പടച്ചവനെ സുമയ്യ ബീവിയുടെ ഭർത്താവിനെ ജീവനോടെ കത്തിക്കുമ്പോ അത് കണ്ട് സഹിക്കാൻ കഴിയാതെ ഓടിച്ചെന്ന് ഭർത്താവിനെ തീക്കുണ്ടാരത്തിൽ നിന്ന് വെളിയിലേക്ക് തല്ലിയിട്ട് ഭർത്താവിന്റെ ശരീരത്തിൽ മണലുവാരിയിട്ട് ഭർത്താവിന്റെ ശരീരത്തിലെ തീ അണച്ച് തൻ്റെ ഭർത്താവ് മരണത്തോട് മല്ലടിക്കുമ്പോ ആസിയ സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിനോട് പറഞ്ഞുകൊടുത്തു, ഇവന്മാര് കൊന്നാലും അല്ലാഹനെ കൈവിടരുത്. ഇവന്മാര് നമ്മളെ കൊന്നാലും അല്ലാഹു അഹദ്, നമുക്ക് സ്വർഗമുണ്ട്, തോറ്റുകൊടുക്കരുത്. അബൂജഹല് കടന്നു വന്നിട്ട് സുമയ്യ ബീവിയെ ചവിട്ടി തറയിലിട്ടു. കഴുത്തിൽ തലയിൽ തൻ്റെ കഴുത്തിന്റെ ഭാഗത്ത് കാല് വെച്ചിട്ട് സുമയ്യ ബീവിയുടെ തല മണ്ണിനകത്തേക്ക് ചവിട്ടി താഴ്ത്തുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞു അല്ലാഹു അഹദ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാ, മലർത്തിക്കടത്തിയിട്ട് കുന്തമെടുത്തിട്ട് സുമയ്യ ബീവിയുടെ ഗുഹ്യ ഭാഗത്തേക്ക് കുത്തിയിറക്കിയിട്ട് പച്ചയിറച്ചി വലിച്ചെടുക്കുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞു അല്ലാഹു അഹദ്. ഇത് പിരിക്കാനുള്ള ചരിത്രമല്ല, ഇത് കോരിത്തെരിപ്പിക്കാനുള്ള ചരിത്രമല്ല. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി അവർ സഹിച്ച ത്യാഗങ്ങളാ. ഇതൊക്കെയാണ് ഇവര് കിടക്കുന്ന സ്വർഗമാ. ഈ കല്ലിങ്കാലുകാരായ നിങ്ങളും അള്ളാഹിനോട് ചോദിക്കണത്, അവര് പോണ സ്വർഗത്തിലാ നമ്മളും പോകണ്ടേ? നമുക്കെന്ത്? മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോ മക്കയിൽ നിന്ന് പീഡനം സഹിക്കാൻ കഴിയാതെ സഹാബികൾ മദീനത്തേക്ക് ഹിജറ പോയപ്പോ മക്കക്കാര് പറഞ്ഞുടാ, ഈ നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇട്ടിരിക്കുന്ന വസ്ത്രത്തോടെ നീയോ അള്ളാഹും പൊക്കോളാൻ. എന്തേ പറഞ്ഞേ? എടാ, ഈ നാട്ടിൽ ഉണ്ടാക്കിയ നിന്റെ സമ്പാദ്യം മുഴുവനും ഇവിടെ ഇട്ടിട്ട് നീയും മുഹമ്മദും നിന്റെ മതവും പൊക്കോടാ എന്ന് പറഞ്ഞപ്പോ
നിന്റെ ഒന്നും എനിക്ക് വേണ്ടടാന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് ഉടുതുണിയും വെച്ചുകൊണ്ട് മദീനത്ത് പോയവരാ സഹാബത്ത്. നമ്മളോട് പറയുന്നു വീട് പോകും പറമ്പ് പോകുമെന്ന് പറയുമ്പോഴേ നമ്മൾ വിറയ്ക്കാൻ തുടങ്ങി, നമ്മൾ പേടിക്കാൻ തുടങ്ങി. സഹോദര, ചിന്തിക്ക്, നമ്മൾ ഇവിടെ നിന്ന് പോകേണ്ടവരാ. നമ്മൾ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യും എങ്കിലെങ്കിലും ഇത് നേരെ ആവത്തുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് നേരെയാകണമെങ്കിൽ അത് കള്ളമാകത്തില്ലല്ലോ. അപ്പൊ അതിന്റെ തുടക്കമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിരട്ടലുകൾ 4 ഭാഗത്ത് നിന്നും നടക്കും. 4 ഭാഗങ്ങളിൽ നിന്നും കൊല്ലും, കരിക്കും, വെട്ടും എന്നൊക്കെ പറഞ്ഞു പലരും വരും. നമ്മൾ എന്ത് ചെയ്യരുത്? പേടിക്കരുത്. നമ്മളിങ്ങനെ ഓലപ്പടക്കങ്ങളൊക്കെ കാണിക്കുമ്പോഴേ വരണ്ടു തുടങ്ങിയ ഇനി അമുട്ടൊക്കെ വരുമ്പോ എന്ത് ചെയ്യും സഹോദര? ഇനി വലുതൊക്കെ വരാനുള്ളതല്ലേ ഉള്ളൂ. എന്റെ പൊന്നാര സഹോദരങ്ങളെ, നിങ്ങൾ അല്ലാഹ് ആരാന്ന് മനസ്സിലാക്ക്. പേടിച്ചോടല്ലേ, കയ്യാലി വിറയ്ക്കല്ലേ. നിങ്ങൾ അല്ലാഹ് ആരാന്ന് മനസ്സിലാക്ക്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനയിലേക്ക് ഹിജറ പോകുകയാണെന്നറിഞ്ഞപ്പോ ശത്രുക്കൾ മുഴുവനും വാളുവെടുത്തുകൊണ്ട് വന്നിട്ട് മുത്തി നബിയുടെ വീട് വളഞ്ഞു. ഇറങ്ങുമ്പോ വെട്ടിക്കൊന്നേക്കണം. ആരാണോ കാണുന്നത് അപ്പൊ തന്നെ വെട്ടിക്കൊള്ളണം. എല്ലാവരും വാള് പിടിച്ചുകൊണ്ട് പ്രവാചകന്റെ വീട് വളഞ്ഞിരിക്കുകയാ. വീടിനകത്താണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു. മുത്തി നബി ചോദിച്ചു, അലിയാര് തങ്ങളോട് ചോദിച്ചു, നീ ഇവിടെ കിടക്കോ? അലിയാര് തങ്ങളോട് ചോദിച്ചു, നീ ഇവിടെ കിടക്കോ? അലിയാര് തങ്ങളുടെ ധൈര്യം പഠിക്കേണ്ടത്. ഞാൻ ഇവിടെ കിടക്കും നബി, എനിക്കെന്താ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്ന സ്ഥലത്ത് അലിയാര് തങ്ങളെ കിടത്തി. പ്രവാചകൻ യാത്രയ്ക്ക് വേണ്ടി തയ്യാറായപ്പോ അല്ലാഹ് ആരാന്ന് പഠിക്കണം മുസ്ലിം. ആദ്യം നിനക്ക് ഇതുവരെ അല്ലാഹ് തിരിഞ്ഞിട്ടില്ല. അല്ലാഹ് ആരാണെന്ന് നീ പഠിക്ക്. മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുത്തു, നബിയെ, യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോ ഒരു പിടി മണ്ണ് വാരണം. കയ്യിൽ ഒരു പിടി മണ്ണ് വാരിയിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തു യാസീൻ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ ഖുർആൻ പറയുന്നു. മുത്തി നബിയോട് പറഞ്ഞു, നബിയെ, യാസീനിലെ ഈ ആയത്ത് ഓതണം, എന്നിട്ട് മണ്ണിലൂതിയിട്ട് വാതില് തുറക്കണം, ഒറ്റ ഏറെറിയണം, ഇറങ്ങിപ്പൊക്കോണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാര് തങ്ങളെ പിടിച്ച് കിടത്തിയിട്ട് ജിബ്രീൽ AK-47 അല്ല കൊണ്ടുകൊടുത്തത്. ആദ്യം മനസ്സിലാക്കട പൊട്ട. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ബോംബും അമുട്ടും തോക്കും ഒന്നുമല്ല കൊടുത്തേ. ഒരു പിടി മണ്ണ് വാരാൻ പറഞ്ഞു. അതിനകത്ത് എന്താ ഉള്ളേ? ഒരു പിടി മണ്ണ് വാരിയിട്ട് ഖുർആനിലെ യാസീനിലെ ഒരു ആയത്തോതണം, വാതില് തുറന്നെറിയണം, എന്നിട്ട് അവന്റെ കണ്ണിന്റെ മുന്നിൽ കൂടെ ഇറങ്ങി പോകാനാ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂല് പോയില്ലേ? അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ആ വദം മനസ്സിലാക്കണം. ഇതാണ് അള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ കണ്ണിന്റെ മുന്നിലൂടെ ഇറങ്ങിപ്പോയി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വാഹനവുമായിട്ട് കാത്തു നിൽക്കുകയാ. അവസാനം റസൂലുള്ള ചോദിച്ചു, അബൂബക്കർ, നീ എന്റെ കൂടെ വരുന്നുണ്ടോ? ഞാൻ റെഡിയാ നബി, എല്ലാം റെഡിയാക്കി നിൽക്കുക. വരുന്നുണ്ടോ? ചാടി കൂടെ കയറി. രണ്ടുപേരും കൂടെ പോകുന്ന വഴിയിലാണ് ശത്രുക്കൾ അറിഞ്ഞ് ഓടാൻ തുടങ്ങി. 4 ഭാഗങ്ങളിലും കണ്ട കൊല്ലാൻ ഓർഡറിട്ടു. ജനങ്ങൾ മുഴുവനും ഓടുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ ഗുഹയ്ക്കകത്തിരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൗറ ഗുഹയ്ക്കകത്തിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വിറയ്ക്കാൻ തുടങ്ങി. കയ്യും കാലും വിറയ്ക്ക, പേടിച്ചിട്ട് വിറയ്ക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തേ അബൂബക്കറെ വിറയ്ക്കണേ? നബിയേ, ഗുഹയുടെ മുകളിൽ ശത്രുക്കൾ എത്തിക്കഴിഞ്ഞു. അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഇതിനകത്ത് അടിക്കുക. എന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്കകത്ത് അടിക്കുന്നുണ്ട്. അവനൊന്ന് താഴേക്ക് നോക്കിയാ നമ്മളെ പിടിക്കും. നമ്മുടെ ആ സമയത്താണ് അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, ഇദ്ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഇത് ഖുർആൻ പറഞ്ഞതാ, ഇത് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാ. അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, അബൂബക്കർ,
അല്ല നമ്മുടെ കൂടെ ഇല്ലേ അബൂബക്കറെ? നമ്മൾ രണ്ടുപേരും മാത്രമല്ലല്ലോ, മൂന്നാമനായിട്ട് അല്ലാഹു ഉണ്ടല്ലോ. അതാ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അല്ല നമ്മുടെ കൂടെ ഉണ്ടല്ലോ അബൂബക്കറെ, പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? എന്തിനാ നമ്മൾ പേടിക്കുന്നത്? ആ മുകളിൽ നിൽക്കുന്നവൻ തന്റെ കാലിൽ നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചാ പോരാ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്ക, അല്ല നമ്മുടെ കൂടെയുണ്ട്, പിന്നെ എന്തിനാ പേടിക്കണേ? അവൻ അവന്റെ കാലി നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചപ്പോൾ അല്ല തീരുമാനിക്കണം. അല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദര, മുസ്ലിമാണോ, ഈമാനുണ്ടോ, അല്ലാഹയെ വിശ്വാസമുണ്ടോ, അല്ല മതി നിനക്ക്. അല്ല നിന്റെ കൂടെയുണ്ട്. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അല്ല നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നിനക്ക് ഇത്ര പേടി എന്താ മനുഷ്യ? ഞാൻ അതാ ചിന്തിക്കണേ. നമ്മൾ എന്തിനാ ഇങ്ങനെ പേടിക്കണേ? എടാ, ജനിച്ചപ്പോ തന്നെ മയ്യത്ത് നിസ്കാരത്തിന് ബാങ്ക് വിളിക്കുവോ? മയ്യത്ത് നിസ്കാരത്തിന് ബാങ്ക് ഇഖാമത്തും വിളിക്കാറുണ്ടോ? ഇല്ല. നീ ജനിച്ചപ്പോ തന്നെ അത് വിളിച്ചു വെച്ചിരിക്കുകയാ. പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോ 5 നേരം ബാങ്കും കൊടുക്കും, ഇഖാമത്തും കൊടുക്കും. പക്ഷെ മയ്യത്ത് നിസ്കാരത്തിന് മുമ്പ് ബാങ്കും വിളിക്കൂല, ഇഖാമത്തും കൊടുക്കൂല. അതുള്ളത് നീ ജനിച്ചപ്പോ തന്നെ ഒരു ചെവിയിൽ ബാങ്ക്, അടുത്ത ചെവിയിൽ ഇഖാമത്ത്. കാരണം നീ മരിച്ച ഇത് വിളിക്കാൻ സമയമില്ല, കുളിപ്പിച്ചു കുഴിച്ചിട്ടോണം. ഇതാ നമ്മുടെ ജീവിതം. ഇതാണ് നമ്മുടെ ജീവിതം. ഇങ്ങനെ നേർച്ചക്കോഴികളെ പോലെ നടക്കണം. നമുക്ക് എന്താ പേടി? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതിനാ പേടിക്കണേ? അല്ല നമ്മുടെ കൂടെ ഇല്ലേ ചെറുപ്പക്കാരാ? മോനെ, അല്ല കൂടെ ഉണ്ടെങ്കിൽ യാതൊരു ഭയവും വേണ്ട, ഒരു പേടിയും വേണ്ട. ജീവിതത്തിൽ ഇനി എന്തു വന്നാലും അല്ല മതി നമുക്ക്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ പറയാൻ എളുപ്പാട്ടാ, പറയാൻ എളുപ്പമാ. പക്ഷെ അത് ജീവിതത്തിൽ ഹൃദയത്തിൽ ഉറയ്ക്കണമെങ്കിൽ എന്തു പറയണം? തവക്കൽതു അലല്ലാഹ് പറയണം. പെങ്ങളെ പറയാൻ എന്താ പറ്റിയപ്പായക്ക്? എന്താ പറ്റി? ഇതേ വയ്യ, സുഖമില്ലാത്ത ആൾ. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. ഒരു ആമിയും പറയടോ ചങ്ങാതി. അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. ആ ഉപ്പയ്ക്ക് സുഖമില്ലാതെ വയല് കേൾക്കാൻ വന്നു. ആരോഗ്യമുള്ളവൻ ബീഡിയും വലിച്ച് വെളിയിൽ നിൽക്കുന്നുണ്ട്, സോഡാ നാരങ്ങ അടിച്ചിട്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. പഠിച്ചവന് പിന്നെ പ്രായമുള്ളവരെ കുറിച്ച് പറയണ്ട, ചെറുപ്പക്കാരെ കുറിച്ചൊന്നും ഒന്നും പറയണ്ട. ഇപ്പൊ വീടിയൊന്നും ഇല്ലെന്നേ. ഉണ്ടോ? കള്ളുകൂടിയുണ്ടോ? കള്ളുകൂടിയില്ല, കള്ളില്ല, വാറ്റിയാരായമില്ല, വീടി വലിയില്ല, സിഗരറ്റ് വലിയില്ല, ഒന്നുമില്ല. ഇപ്പൊ ഉള്ളത് മറ്റേത് ഇങ്ങോട്ട് വകത്ത് വെച്ചിട്ട് കറങ്ങി നടന്നാൽ മതി. ഇപ്പൊ ചെറിയ ഗുളിക കിട്ടും, വായു ഗുളിക പോലൊരു സാധനം ഉണ്ട്. അതടിച്ചിട്ട് ഇങ്ങനെ കറങ്ങി 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 എന്തെങ്കിലും പറഞ്ഞവനെ കറക്കിക്കളയും. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ എല്ലാം ചെറുത്. നിങ്ങളൊക്കെ വലിയ ആള്, നിങ്ങൾ വീടി വലിക്കണം. വലിയ ആൾക്കാരൊക്കെ സിഗരറ്റും വീടിയൊക്കെ വലിക്കുമ്പോൾ ചെറിയ 20 താഴെ പ്രായമുള്ളവർ, 25 താഴെ പ്രായമുള്ളവരൊക്കെ അടിക്കണത് കൂടിയ സാധനമാണ്. നിങ്ങളൊന്നും അടിച്ചിട്ട് പോലും ഇല്ല. വീടി വലിച്ചാലും കള്ളു കുടിച്ചാലും അത്രയും പവർ കിട്ടൂല. അതിനേക്കാളും വലിയ പവർ ഉസ്താദ്. അതൊന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരു എന്താണെന്ന് അറിയില്ല. എന്തൊരു ആരോഗ്യ ഉസ്താദ്, എന്തൊരു ആരോഗ്യ. എന്താ ചെയ്യണേന്നറിയില്ല. ആരെ കൊല്ലാൻ പറഞ്ഞാലും കൊല്ലും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നോട് പറഞ്ഞു ഉസ്താദ് അതിനെക്കുറിച്ച് പറയണമെന്ന്. എനിക്ക് ജീവനോടെ തിരിച്ചു പോകണം, അതുകൊണ്ട് ഞാനൊന്നും വേണ്ടുന്നില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളഞ്ഞിട്ടടിച്ചാലോ? നമുക്ക് പേടിയാ. നമ്മൾ ആലോചിക്കേ, നമുക്ക് ചിരിക്കേണ്ട വാപ്പ നിന്റെ മോനും ഉണ്ടോന്ന് നീ ആലോചിക്ക്. ഏതെങ്കിലും ഒരു വാപ്പാടെടുക്കൽ ആരെങ്കിലും പോയിട്ട് പറയുന്നു, ഉപ്പാ നിങ്ങളുടെ മോൻ മറ്റേ ടീമിലുണ്ട് കേട്ടോ. എന്റെ മോനോ? പോടാ മറി. ഇല്ല, എന്റെ മോനോ? മലക്ക എന്റെ മോൻ. അവനങ്ങനെയൊന്നും ചെയ്യൂല. അവസാനം പോലീസ് വെക്കുമ്പോഴേ അറിയത്തുള്ളൂ. ഞങ്ങളുടെ നാട്ടില് ഒരു ചെറുപ്പക്കാരൻ റോഡിൽ നിന്നിട്ട് വീടി വലിക്കുക. ചെറിയൊരു കുട്ടി, ചെറിയൊരു പയ്യൻ പരസ്യമായിട്ട് വീടി വലിക്കുന്നത് കണ്ടപ്പോ ഒരാള് പോയിട്ട് ആ കുട്ടിയുടെ വാപ്പാനോട് പറഞ്ഞു, നിങ്ങളുടെ മോൻ ആ പള്ളിയുടെ മുന്നിൽ നിന്നിട്ട് വീടി വലിക്കുന്നു. പള്ളിയുടെ മുന്നിൽ എത്രയും പ്രായമുള്ളവരുടെ മുന്നിൽ നിന്നിട്ട് രഹസ്യമായിട്ട് വലിക്കാൻ പറ. എന്തിനാ ഇങ്ങനെ പരസ്യമായിട്ട് വലിക്കുന്നേ എന്നൊന്ന് ഉപദേശിക്കാൻ പറഞ്ഞു. അപ്പൊ വാപ്പ പോയ ആളോട്, നിങ്ങൾ അവനോട് എന്റെ മുന്നിൽ ഇരുന്ന് വലിക്കല്ലേ എന്ന് പറയാൻ. അവൻ വാപ്പാടെ മുന്നിൽ ഇരുന്ന് വലിക്കുക. ഇതാ അവസ്ഥ. ഇതാണ് ഇന്നത്തെ യുവത്വത്തിന്റെ അവസ്ഥ. എന്നോട് പറഞ്ഞു ഉസ്താദെ പ്രസംഗിക്കാൻ. ഞാൻ എന്ത് പ്രസംഗിക്കാനാ? സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും ഇല്ലാത്ത വിഷമം എന്തിനാ എനിക്ക്? പാപ്പായ്ക്കും ഉമ്മായ്ക്കും ഇല്ലല്ലോ ഉത്തരവാദിത്തം. എടാ, പണ്ടുള്ള കുട്ടികൾ 8 മണിക്ക് മുമ്പ്, മഗ്രിബിന് മുമ്പ് വീട്ടിൽ കയറും അല്ലേ? മഗ്രിബിന് മുമ്പ് കൂടിപ്പോയ ഇശാ നിസ്കാരം കഴിയും. 8 മണി 8:30-ക്കുള്ളിൽ വീടിനകത്ത് ആണും പെണ്ണും കയറിയിട്ട് ഹാജരിൽ ഒപ്പിട്ടിരിക്കണം.
ഇന്നോ 12 മണിക്ക് 1 മണിക്ക് ഇതിലെ തേരാപ്പാര നടക്കും. 50 വയസ്സുകാരനല്ല. കാരണം ഉമ്മാനോട് ചോദിച്ചാൽ പറയും ജോലിക്ക് പോയതാ, രാത്രി ജോലി. അള്ളാഹു കാക്കുമാറാകട്ടെ. കാരണം 5-6 പെങ്ങന്മാരെ കെട്ടിക്കാനുണ്ട്, വീട് വെക്കണല്ലേ. അതുകൊണ്ട് സഹോദര സഹോദരി, വെറുതെ പ്രസവിച്ചാൽ മാത്രം പോരാ, അതിനെ പോറ്റാൻ കൂടെ പഠിക്ക്. മക്കളെ നന്നാക്ക്. നിനക്ക് സമയമില്ല മോന്റെ കാര്യം നോക്കാൻ. മോൻ മുടിയും വളർത്തി പറവയെ പോലെ നടക്കുന്നു. ഇന്ന് വരെ നീ പറഞ്ഞിട്ടുണ്ടോ വെട്ടാൻ? പെണ്ണ് കെട്ടടാന്നാ പറയുന്നത് അവൻ്റെ അടുത്ത്. നാലിച്ചയ്ക്ക് അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഭർത്താവെങ്ങാണം മക്കളെ ഉപദേശിച്ച ഉമ്മ കയറിയിട്ട് ഇടയ്ക്ക് നിന്നിട്ടും വേണ്ട 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 വേണ്ട, എൻ്റെ പൊന്നു മോൻ അവനെ ഒന്നും ചെയ്യരുത്. നാളെ നിന്റെ നെഞ്ചത്ത് അവൻ കയറി നിൽക്കും പരലോകത്ത്. അള്ളഹാനോട് പറയും, പടച്ചവനെ കാല് പൊള്ളുന്നു, അല്ല എൻ്റെ ഉമ്മച്ചിയെ ഒന്നും മലത്തി കടത്തിത്താ, നെഞ്ചത്ത് തന്നെ ഞാൻ നിൽക്കുക. അല്ല എന്നെ നശിപ്പിച്ചത് ഈ തള്ളയാ, എന്നെ കള്ള പിടിച്ചിർത്തും വാപ്പ, വേറെ ഒന്നും വേണ്ട. നിങ്ങളുടെ മക്കള് തന്നെ അള്ളഹാനോട് പറയും, എന്നെ നശിപ്പിച്ചത് ഇവരാ. ഞാൻ ചെറുക്കനാപ്പാ, ചെറിയ കുട്ടിയാ, ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ ഉപദേശിക്കേണ്ടത് ഇവരല്ലേ. ഞാൻ വാശി കാണിക്കും. മുടിവെട്ടി നടന്നു, സിനിമയുടെ സ്റ്റൈലുകൾ കണ്ടപ്പോ എല്ലാരും മുടിവെട്ടുന്ന കണ്ടപ്പോ ഞാനും വെട്ടി. വീട്ടിൽ ചെന്നപ്പോ ഇവരെന്നോട് വെട്ടാ, മുടി പോയി വെട്ടിട്ട് പാടാ. ഞാൻ കരഞ്ഞപ്പോ ഇവര് പറഞ്ഞു, പോട്ട മോനെ നടന്നോളാം, ഇങ്ങനെ തന്നെ. അള്ളാഹുടെ മുന്നിൽ പിടിച്ചു നിർത്തുമ്പോ അവിടെ വെച്ച് കാണാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ, യുവത്വത്തിന് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു നമുക്ക് മതിയായവനാകും. ജീവിതത്തിൽ തവക്കൽതു അലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല നമ്മുടെ കൂടെയുണ്ട്. പിന്നെ നമ്മൾ ആരെയും പേടിക്കണ്ട. നമുക്ക് അള്ളാഹു തന്നെ സർവ്വതും സാധിച്ചു തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.